അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതൊരു പുനഃസമാഗമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ മുമ്പ് സംഘടനാപരമായി ഒരേ ലക്ഷ്യത്തിലും ആദർശത്തിലും കുറച്ചു കാലം ഒന്നിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പ്രസ്ഥാനത്തിന്റെ രംഗത്ത് സജീവമായുണ്ടായിരുന്ന ഞാൻ പൂർണ്ണമായും സത്യം ബോധ്യപ്പെട്ടപ്പോൾ തറവാടാകുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തന പാതയിലേക്ക് ഞാൻ തിരിച്ചു പോന്നു. ഒരുപാട് സുഹൃത്തുക്കൾ അതിൻ്റെ പിന്നാലെ പോന്നിട്ടുണ്ട്. ഞങ്ങളെ വ്യക്തിത്വം കണ്ടിട്ടൊന്നുമല്ല, ഞങ്ങൾ പറഞ്ഞ വസ്തുതകളെ പഠിക്കാൻ അവർ തയ്യാറായപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ വഴിയടയാളങ്ങൾ തെറ്റാണെന്നും യഥാർത്ഥം നമ്മുടെ പൂർവികർ കെട്ടിപ്പടുത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാതയാണെന്നും ബോധ്യപ്പെട്ടപ്പോഴാണ് വന്നത്. പക്ഷെ നിങ്ങൾ കടന്നു വന്നത് ഞങ്ങളുടെ അക്കാലത്തെ സംഘടനാ പ്രവർത്തനത്തിലെ ആദർശപരമായ ചില ഇടപെടലുകൾ പരസ്പരം നമ്മളെല്ലാവരും തമ്മിലുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ സുന്നി പ്രസ്ഥാനത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് നേരിട്ട് കടന്നു വന്നവരാണ് നിങ്ങൾ. അന്ന് ഒരു സംഘടന എന്ന നിലയിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടവരോടായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്ന ബന്ധം. മറ്റ് കേരളത്തിലെ സംഘടനകളെയോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളെയോ കൂടുതലൊന്നും അടുത്തെറിഞ്ഞ് പ്രവർത്തിക്കാനോ ശ്രമിക്കാനോ എന്നുള്ള സമയമോ സന്ദർഭങ്ങളോ ഇല്ലാത്തതുകൊണ്ട് കണ്ടതും നിങ്ങളെ ക്ഷണിച്ചവരും എന്ന നിലയിൽ ആ പ്രവർത്തന രംഗത്തേക്ക് വന്നു. അൽഹംദുലില്ലാ, അത് വലിയൊരു മാറ്റം തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയഗതിയിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലേക്ക് കടന്നു വരിക എന്ന മാറ്റം. വന്ന സംഘടന എന്ത് ഏത് എന്നല്ല, വന്ന അഖീദ നാം അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നത് തന്നെയാണ്. ആ നിലയിൽ നമ്മൾ അവിടുന്ന് പലപ്പോഴും നല്ല നിലയിൽ തന്നെ ബന്ധങ്ങൾ പുലർത്തുകയും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഞാനും ജിഷാൻ മാഹി പോലെയുള്ള പലരും, ഞങ്ങൾക്ക് പലർക്കും അവിടെയുള്ള ഇസ്ലാം വിരുദ്ധ ചിന്തകളും പ്രവർത്തനങ്ങളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ആത്മീയ കച്ചവടവും ബോധ്യപ്പെടുകയും തിരുകേശത്തിന്റെ പേരിൽ ഒരു കേശം കൊണ്ടുവന്നിട്ട് നടത്തുന്ന ഈ ഏറ്റവും അനാവശ്യമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും ചെയ്തപ്പോഴാണ് ഞങ്ങളൊക്കെ വന്നത്. അൽഹംദുലില്ലാ, ആ തിരിച്ചറിവിന്റെ പാതയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്കും കടന്നു വരാൻ സാധിച്ചിരിക്കുന്നു. അള്ളാഹു ഈ മാനസാന്തരവും സത്യത്തിന്റെ പാതയിലേക്ക് സമ്പൂർണ്ണമായി തിരിച്ചെത്താനുള്ള ഈ ഒരു അവസരം ലഭിച്ചതിനെയും അള്ളാഹുവെ നമുക്ക് സ്തുതിക്കാം. അൽഹംദുലില്ലാ. ഏതായാലും ഈ തിരിച്ചുവരവിന്റെ ഈ സമയത്ത് സക്കീർ സാഹിബ് നല്ല ഓർമ്മയിൽ ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. ഇത് കാണുന്ന ഇത് കേൾക്കുന്ന സമൂഹത്തിന് നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യമുണ്ട്. സുന്നി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ആധികാരികമായ സുന്നി സംഘടനകളുടെ മാതാവെന്ന് പറയാവുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലെ പ്രവർത്തകരാവാനാണ് നമ്മൾ വന്നത്. സമൂഹം നിങ്ങളെ സ്വീകരിക്കാൻ ആദർശത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും സക്കീർ സാഹിബിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇനി സ്വയം നിങ്ങളൊന്ന് പേരുകൾ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുന്നിടത്ത് സന്തോഷമുണ്ടെന്ന് തോന്നുന്നു. ഒന്നങ്ങനെ പരിചയപ്പെടുത്തിയാലോ? എൻ്റെ പേര് സക്കീർ ഹുസൈൻ എന്നാണ്. ഞാൻ KNM-ന്റെ മുൻകാല യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. പനച്ചമൂട് പ്രദേശത്തെ സെക്രട്ടറി ആയിരുന്നു. KNM-ൽ നിന്നും ആശയപരമായ ഭിന്നതയുള്ളതുകൊണ്ടും ആ പ്രസ്ഥാനത്തിൽ നിന്നും രാജിവെച്ച് AP കാന്തപുരം വിഭാഗത്തിലേക്ക് പോവുകയും വളരെ ചുരുങ്ങിയ കാലം അവരുടെ ആദർശ സമ്മേളനങ്ങളിൽ പലതിലും പങ്കെടുക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ പ്രസ്ഥാനത്തിനകത്ത് ഒരു ജാഹിരിയ പ്രവർത്തനം ഇങ്ങനെ പ്രവർത്തിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് രാമന്തളിയും അതുപോലെ ജിഷാൻ മാഹിയൊക്കെ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു ജാഹിലിയത്ത് മനസ്സിലാക്കിയത് കൊണ്ട് അവരുടെ ആ പ്രവർത്തനം അവിടെ അവസാനിപ്പിക്കുകയും തുടർന്ന് EK വിഭാഗത്തിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തുടർന്നു കൊണ്ടുപോവുകയും ആ പ്രവർത്തനം വളരെ നല്ല രീതിക്കുള്ള പ്രവർത്തനമായതുകൊണ്ട് ഞങ്ങളുമായിട്ട് ആശയം നടത്തുകയും അത് ഞങ്ങൾ പൂർണ്ണമായും പഠിക്കുകയും ചെയ്തപ്പോൾ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന
ഈ സുന്നി വിഭാഗത്തിലേക്ക് പൂർണ്ണ മനസ്സോടുകൂടി ഇനിയുള്ള കാലം പ്രവർത്തിക്കുക എന്നുള്ള ഒരു തത്വവുമായിട്ടാണ് ഞങ്ങൾ ഈ പ്രദേശത്തേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ പേര് നയാബാണ്, തിരുവനന്തപുരം ജില്ലാ സ്വദേശിയാണ്. MSMൻ്റെ മുൻ സംസ്ഥാന സമിതി അംഗവും തിരുവനന്തപുരം ജില്ലയുടെ ജില്ലാ വൈസ് പ്രസിഡന്റുമായിരുന്നു. പിന്നെ ആദർശം അടിസ്ഥാനപരമായ വിഷയങ്ങൾ തുടർന്ന് നമുക്ക് എന്തായാലും ചർച്ച ചെയ്യേണ്ടതുണ്ട്. പരിചയപ്പെടുക എന്ന നിലക്ക് പരിചയപ്പെടുത്തുന്നുള്ളൂ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫസലുദ്ദീൻ, തിരുവനന്തപുരം ജില്ലയിലെ പനച്ചമൂട് പ്രദേശത്ത് താമസിക്കുന്നു. KNMൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് മുജാഹിദ് പ്രസ്ഥാനം വിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ പാതയിലേക്ക് വന്നത്. നയാബ്, നിങ്ങൾ MSMൻ്റെ സംസ്ഥാന സമിതി അംഗമായിരുന്നു. MSM എന്ന മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ തിരുവനന്തപുരം ജില്ല വൈസ് പ്രസിഡന്റ് ആയിരുന്നു അല്ലേ? അങ്ങനെ ആയിരുന്നു. അതോടൊപ്പം മറ്റൊരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഒരുപാട് മുജാഹിദ് നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവിടെ നിന്ന് നിങ്ങൾ വിട്ടുപോരാൻ എന്തായിരുന്നു അന്ന് നിങ്ങൾക്ക് തോന്നിയ, നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാരണം? വിട്ടുപോരുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. നമ്മൾ സാധാരണ തെറ്റുപറ്റാവുന്ന മനുഷ്യനാണല്ലോ, പ്രവാചകന്മാരല്ല. മുജാഹിദിൻ്റെ ഭാഷയെ നമ്മൾ വിശ്വസിക്കുന്നില്ല. പ്രവാചകന്മാർക്ക് അല്ലെങ്കിൽ തെറ്റുപറ്റുമെന്ന വിശ്വാസക്കാരാണ് നമ്മൾ. അപ്പോൾ നമുക്ക് തെറ്റുപറ്റാം, പക്ഷേ എന്നാലും അത് ബോധ്യപ്പെടുമ്പോൾ തെറ്റ് തിരുത്തുക എന്നതാണ് മുഅ്മിനിൻ്റെ ക്വാളിറ്റി. ആ തിരുത്ത് നിങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ഞാനും തെറ്റ് തിരുത്തിയിട്ടുണ്ട്. കാന്തപുരം വിഭാഗം എന്ന വലിയൊരു തെറ്റിൽ ആപതിച്ചതിനെ തിരുത്താൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് സാധിച്ച ആളാണ് ഞാൻ. എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആ പ്രസ്ഥാനത്തെ വിട്ടുപോരാൻ നിങ്ങളെ പ്രചോദിപ്പിച്ച പ്രധാന കാരണം എന്താ? ഒന്ന് വിശദീകരിച്ചാലും. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളും ആദർശങ്ങളും ഒരു പരിധിവരെ നെഞ്ചിലേറ്റിയവരാണ് നമ്മൾ. പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുകയും നാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായി നിന്നിട്ടുള്ളവരാണ് നമ്മൾ. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഇടയ്ക്കുള്ള പ്രവർത്തനം, സുന്നി പ്രസ്ഥാനത്തിൻ്റെ അതിശക്തമായ പ്രബോധന ശൈലി, അത് ഈ ഇടക്കാലത്ത് തന്നെ മുജാഹിദ് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള വാദപ്രതിവാദങ്ങൾ, മുഖാമുഖങ്ങൾ, ഇതിലൊക്കെ നൗഷാദ് അക്സിനി അടക്കമുള്ള അല്ലെങ്കിൽ രാമന്തള്ളി അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ഒരു പടയോട്ടം അതുപോലെ സുന്നി പ്രസ്ഥാനത്തിന് പെട്ടെന്നൊരു ഉണർവ് കിട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ പല സത്യങ്ങളും മറച്ചു വെച്ചതാലും പൊളിഞ്ഞു വന്നു. എന്താണ് സമൂഹത്തിനോട് പറയേണ്ടതെന്ന് സുന്നി പ്രസ്ഥാനം കൃത്യമായി പറഞ്ഞു കൊടുത്തു. അതിലുണ്ടായിരുന്ന ഒഴുക്ക് തടയപ്പെട്ടു, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒഴുക്ക്. ആ ഒഴുക്ക് തടയുന്നതിനനുസരിച്ച് ആദർശപരമായ ഒരു പഠിത്തത്തിന് നമ്മൾ തയ്യാറായി. കാരണം കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനുള്ള ഒരു സ്റ്റേജുകൾ വന്നു തുടങ്ങി, കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു മാനസിക സംതൃപ്തി വന്നു തുടങ്ങി. അപ്പം അതിലൂടെ സുന്നി പ്രസ്ഥാനങ്ങൾ വയ്ക്കുന്ന ആശയം എന്താണ്, ആദർശം എന്താണെന്നുള്ളൊരു പഠനം അതുമുതൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ സുന്നി ഗ്ലോബൽ വോയിസ് എങ്ങനെയുള്ള സുന്നി ഗ്ലോബൽ വോയിസാണ്? ആത്മാവ് ഉണ്ടായിരുന്ന സുന്നി ഗ്ലോബൽ വോയിസ്. പക്ഷെ അവിടുന്ന് സുന്നി ഗ്ലോബൽ വോയിസിൻ്റെ കുറച്ച് വ്യക്തികളാണ് നമുക്കതിന് പ്രചോദനം നൽകിയത്. നമ്മളെ ബാക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു, ഫോളോ അപ്പ് ചെയ്യാൻ, ഒരു ദിവസം വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ, ആദർശപരമായ ക്ലിപ്പുകൾ തന്നുകൊണ്ട് ഇത് നിങ്ങൾ കേട്ട് നോക്കൂ, നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത് ഇന്നതാണ്, അതിലെന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങും എന്നാണ് നമ്മളോട് ആദ്യം പറഞ്ഞത്. അതിന് പ്രേരകമായ 2-3 വ്യക്തികൾ സുന്നി ഗ്ലോബൽ വോയിസിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദർശ പഠനത്തിന് അങ്ങനെ ഒരു രീതി തിരഞ്ഞെടുക്കാൻ കാരണം. ഒരു പരിധിവരെ സുന്നി ഗ്ലോബൽ വോയിസ് അതിന് നല്ലൊരു ഇത് തല്ലുകയും പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ഈ ആളുകൾ മാറി വരുന്നൊരു ഇതുണ്ടാവുന്നു. എന്ന് പറഞ്ഞാൽ നേതാക്കൾക്ക് മാത്രം അല്ലെങ്കിൽ ചില ആത്മീയ കച്ചവടത്തിന് വേണ്ടി മാത്രം സംസാരിക്കപ്പെടുന്ന ആളുകളായി സുന്നി ഗ്ലോബൽ മാറുമ്പോൾ ആദർശ പഠനത്തിനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകുന്നു. അവിടെ നിന്നുള്ള പഠനത്തിന് സഹായിച്ചത് മുഹമ്മദ് രാമന്തള്ളി. നിങ്ങൾക്കറിയാം, എത്രയോ രാത്രികൾ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ജിഷാൻ മാഹി ഒരുപാട് നമ്മൾ സംസാരിച്ച വ്യക്തികളാണ്. അതിൽ പല ആളുകളും സംസാരിച്ച ആളുകളുണ്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥ ആദർശ പഠനത്തിന് ഉണ്ടായിരുന്ന ഒരു മാധ്യമം എന്ന നിലക്ക് സുന്നി ഗ്ലോബൽ വോയിസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആത്മാവ് നഷ്ടപ്പെട്ട ഒരു സുന്നി ഗ്ലോബൽ വോയിസായി മാറിയിരിക്കുന്നു. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള വൈരുദ്ധ്യങ്ങളെയും അടിസ്ഥാനപരമായ ആദർശ വൈരുദ്ധ്യങ്ങളെയും തുറന്നു കാണിക്കാൻ നല്ലൊരു വേദിയായിരുന്നു. ആ വേദി പരമാവധി ഉപയോഗിക്കുകയും